നമ്മുടെ മധ്യത്തിൽ പുതുതായി കടന്നു വരുന്ന ഒരു പ്രിയ സഹോദരനാണ്. കർത്താവിന്റെ ദാസി സിന്ധുവാണ് ഇദ്ദേഹത്തെ കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നത്. ഒരു വലിയ ഹൈന്ദവ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ടു. താൻ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, രക്ഷിക്കും എന്ന് കരുതി. ആദ്യമായി ഒരു ബുധനാഴ്ച ദിവസമാണ് ഇദ്ദേഹം ഇവിടേക്ക് വന്നത്. അന്ന് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, മാസത്തിൽ 40 ലക്ഷം രൂപ വരെയൊക്കെ ബിസിനസ്സിൽ താൻ മുന്നേറിക്കൊണ്ടിരുന്ന മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ട് 1.5 കോടി രൂപ കടബാധ്യതയായി തകർന്ന മനുഷ്യനായി, ജീവിതം ഇനി മുന്നോട്ട് നയിക്കേണ്ട എന്ന നിരാശയുടെ വാക്കുകൾ പ്രിയ സിന്ധുവിനോട് പറഞ്ഞു. സിന്ധു പറഞ്ഞു, ഇങ്ങനെ ഒരു സഭയുണ്ട്, നമുക്ക് പോകാം. ബുധനാഴ്ച ദിവസം വന്നപ്പം നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദന ഒന്ന് പറയൂ. ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ബുധനാഴ്ച ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് വളരെ പ്രയാസത്തിൽ സാമ്പത്തികമായിട്ട് ഇവിടെ വരാനുള്ള സാമ്പത്തികം പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇന്ന് ഏകദേശം 1 മാസം ആകുന്നു. എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാസം ഒരു 4 ലക്ഷം രൂപ എനിക്ക് ഇൻകം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് ഒരു 1.5 കോടി 2 കോടി രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. 7 മാസത്തോളം ഞാൻ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു വരാനുള്ള വഴികളെല്ലാം തുറന്ന് ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ബിസിനസ് നടന്നു. ഇനി അതിനോടനുബന്ധിച്ച് ബിസിനസ്സൊക്കെ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. 40 വയസ്സോളം പ്രായമുള്ള ഈ സഹോദരനെ ഒരു കുടുംബമില്ല. തൻ്റെ ജീവിതം മുഴുവൻ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അമ്മയില്ല, അച്ഛൻ ലോകത്തോട് വിട പറഞ്ഞു. ഒരു ബിസിനസ് മാത്രം ആകത്തുകയായിട്ടുണ്ടായിരുന്നു, അതും തകർന്നു. ഇനി എന്തിന് ജീവിക്കണം എന്ന് കരുതിയാണ് ബുധനാഴ്ച മീറ്റിങ്ങിന് കടന്നു വന്നത്. ബുധനാഴ്ചത്തെ മീറ്റിംഗ് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. കടന്നു വരുന്നവർക്കറിയാം അതിൻ്റെ വിടുതൽ. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം ഒരു അവസരം കൊടുത്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തന്നെ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. കർത്താവ് അത്ഭുതവാനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. താൻ രക്ഷിക്കപ്പെടേണ്ടതിനും കർത്താവിനോട് ജീവിക്കേണ്ടതിനും തൻ്റെ ബിസിനസ് കഴിഞ്ഞ കാലത്തേക്കാൾ ആർജവത്തോടെ മുന്നോട്ട് പോകേണ്ടതിന് ദൈവം ഒരു വഴി തുറക്കാൻ. 2, അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ തൻ്റെ